ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. കേരളമടക്കം 4 സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അപ്പോഴും സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ SIR പ്രക്രിയ പൂർത്തിയായിട്ടില്ല. ജനാധിപത്യ വിശ്വാസികൾ തീർച്ചയായും ആശങ്കാകുലരാണ്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിമൂവലാണോ നടക്കുന്നതെന്ന് സ്വാഭാവികമായും അവർ സംശയിക്കുന്നു. അതോ പൗരത്വ രജിസ്റ്റർ രൂപീകരണമാണോ? അതോ രക്തരഹിതമായ രാഷ്ട്രീയ വംശഹത്യയാണോ? ഭരണകൂടത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് പകരം തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരെ ഭരണകൂടം തിരഞ്ഞെടുക്കുകയാണോ? ഈ ആശങ്കയ്ക്ക് നടുവിലാണ് കേരളമടക്കം തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ ജനാധിപത്യ പ്രക്രിയയെ സംരക്ഷിക്കാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക? രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ ജോമി PL സംസാരിക്കുന്നു. ഏവർക്കും സ്വാഗതം. അമ്മേടെ യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ വേഗം ശരിയാക്കേണ്ടി വരില്ലേ കണ്ണാ? വേണം. കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE ഈ നാടിന്റെ ധൈര്യം. ബീഹാറിൽ നിന്ന് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ SIR നടപ്പിലാക്കി. അപ്പോൾ SIR നടപ്പിലാക്കിയ രീതിയെക്കുറിച്ച് വലിയ വിമർശനം ഉണ്ടായിരുന്നു. നമുക്ക് അറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നമ്മളൊക്കെ കരുതിയത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ പ്രതിപക്ഷ കക്ഷികൾ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ കക്ഷികൾ ഭേദപ്പെട്ട വിജയം കൈവരിക്കും എന്നാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നമ്മുടെ പ്രതീക്ഷകളെ അട്ടിമറിക്കുന്ന ഒരു വിജയമാണ് NDA സഖ്യം കൈവരിച്ചത്. അതിൻ്റെ കാരണങ്ങളിലൊന്നായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ടർമാർ ഇത്തവണ അവരുടെ വോട്ടവകാശം നഷ്ടപ്പെട്ടവരായി മാറി എന്നുള്ളതാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് നിരവധി സംസ്ഥാനങ്ങളിലേക്ക് ഈ SIR പദ്ധതികളുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മുൻപോട്ട് വന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിൽ, പിന്നെ വെസ്റ്റ് ബംഗാളിൽ, തമിഴ്നാട്ടിൽ, കേരളത്തിൽ. ഇപ്പോൾ കേരളത്തിൽ SIR പ്രഖ്യാപിക്കുന്ന സമയം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയം തന്നെയാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തകർ മുൻപോട്ട് പോകുന്ന സമയത്ത് തന്നെ SIR കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ആ പ്രക്രിയയിൽ യഥാവിധം ഇടപെടാനായിട്ട് ഇവിടുത്തെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. വേറൊന്ന്, വളരെ സങ്കീർണമായ രീതിയിലാണ് SIR നടപ്പിലാക്കിയിരിക്കുന്നത്. കേരളത്തിൽ പോലും കരട് പട്ടിക പുറത്തിറക്കിയപ്പോൾ ഏതാണ്ട് 24 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത്. അതിന് പുറമെ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ അപേക്ഷകളിലുള്ള അപാകതകളുടെ പേരിൽ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 19.6 ലക്ഷം പേരെയാണ് ഇലക്ഷൻ കമ്മീഷൻ നോൺ മാപ്പിംഗ് ലിസ്റ്റിൽപ്പെടുത്തുകയും ഹിയറിങ്ങിന് വിളിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 60 ലക്ഷം പേരെങ്കിലും അവരുടെ വോട്ടവകാശം സംശയത്തിൻ്റെ നിഴലിലാണ്. കേരളം പോലെ 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് പോലും ഈ SIR പോലുള്ള പ്രക്രിയയിൽ കൃത്യമായിട്ട് പങ്കെടുക്കാൻ ഇത്രയും വലിയ ഒരു നമ്മുടെ ഇലക്ടറേറ്റിൻ്റെ ഏതാണ്ട് ഒരു 4/1 വരുന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബീഹാർ പോലുള്ള, ഉത്തർപ്രദേശ് പോലുള്ള, വെസ്റ്റ് ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഉത്തർപ്രദേശിൽ ഏതാണ്ട് 8 കോടിയോളം ആളുകളാണ് വോട്ടർ പട്ടികയുടെ പുറത്തു പോയിരിക്കുന്നത്. ഇന്നലെ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത് ഏതാണ്ട് 20% പേരെങ്കിലും വെസ്റ്റ് ബംഗാളിൽ ഹിയറിങ്ങിന് ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് അതീവ സങ്കീർണവും ദുർഗ്രഹവുമായ ഒരു പ്രക്രിയയായിട്ടാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് SIR, എങ്ങനെയാണ് ഈ പ്രക്രിയയിൽ പങ്കെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധവൽക്കരണം നടന്നിട്ടില്ല. ഈ ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പ്രക്രിയയിൽ ഏർപ്പെടുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് പോലും കൃത്യമായി ഇതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരവസരം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് പറക്കാല പ്രഭാകരൻ ഈ SIR പ്രക്രിയയെ ബ്ലഡ്ലെസ്
പൊളിറ്റിക്കൽ ജനോസിഡ്, രക്തരഹിതമായ രാഷ്ട്രീയ വംശഹത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. രാഷ്ട്രീയ വംശഹത്യ എന്ന് പറയാനുള്ള കാരണം മോദിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നത് അവരുടെ ഒരു മുദ്രാവാക്യമാണ്. കഴിഞ്ഞ ഒരു 10-11 വർഷക്കാലമായിട്ട് അവർ ഉയർത്തിപ്പിടിക്കുന്നൊരു മുദ്രാവാക്യമാണ്. പക്ഷേ കോൺഗ്രസിനെ അപ്രസക്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു പുതിയ തന്ത്രവുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ സഹായത്തോടു കൂടി അവർ മുൻപോട്ട് വന്നിരിക്കുന്നു എന്നാണ് ആരോപണം. ആ ആരോപണത്തിൽ കഴമ്പുണ്ടെന്നാണ് SIR നടപ്പിലാക്കുന്ന രീതി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. സാധാരണഗതിയിൽ ജനാധിപത്യത്തിൽ ജനങ്ങൾ അതിൻ്റെ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുകയാണ് പതിവ്. പക്ഷേ ഇവിടെ ഭരണകൂടം അതിന് വോട്ട് ചെയ്യേണ്ട പൗരന്മാരെ തിരഞ്ഞെടുക്കുന്നു എന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതാണ് SIRൻ്റെ രാഷ്ട്രീയം. നിരവധി പേർ, ലക്ഷക്കണക്കിന് ആളുകൾ ഭരണകൂടത്തിന് അഹിതമായി തോന്നുന്ന, ഭരണകൂടത്തിന് താല്പര്യമില്ലാത്തവരായി തോന്നുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ഫ്രാഞ്ചൈസ് നഷ്ടപ്പെടുന്ന ഒരു വല്ലാത്ത സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നത് SIRൻ്റെ ഭാഗമായിട്ടുള്ള എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ ഒരു വോട്ടർ, അദ്ദേഹം 2002 വോട്ടർ പട്ടികയുടെ ഭാഗമായിരുന്നു എന്ന് തെളിയിക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ വോട്ടർ 2002 വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എന്ന് വെച്ചാൽ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ അടുത്ത ബന്ധുവോ വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് തെളിയിച്ചാലും മതി. ഇത് എന്തുകൊണ്ട് ഈ 2002 വോട്ടർ പട്ടിക അവർ അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്നു എന്നതിന് കൃത്യമായ ഒരു വിശദീകരണം ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടില്ല. ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നതാണ് ഈ പ്രക്രിയയുടെ ലക്ഷ്യമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ സൂചിപ്പിക്കുന്നത്. പക്ഷേ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ 2002 വോട്ടർ പട്ടികയുമായി ഇതിനെ ബന്ധിപ്പിച്ചതുകൊണ്ട് കഴിയുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ പ്രധാനമായും വേണ്ടത് ഇരട്ട വോട്ടുകളെ തടയുക എന്നുള്ളതാണ്. പക്ഷേ ഇരട്ട വോട്ടുകളെ തടയാനുള്ള കൃത്യമായൊരു മെക്കാനിസം ഇപ്പോഴും സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനിൽ ഇല്ല. ഒരാൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, ഇന്ത്യയിലെ പൗരനാണെങ്കിൽ, 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങൾ മാത്രം തെളിയിച്ചാൽ അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ അയാൾക്ക് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാവാനുള്ള അവകാശം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അതിനെ എന്ത് കാരണങ്ങൾ മൂലമാണ് 2002 ബന്ധിപ്പിച്ചത് എന്നതിന് കൃത്യമായ യാതൊരു അടിസ്ഥാനവും യാതൊരു വിശദീകരണവും ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെയും നൽകിയിട്ടില്ല. ഒരുപക്ഷെ ഇതിൻ്റെ പുറകിലുള്ളൊരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ നേരിട്ട് പൗരത്വ രേഖയുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാവാം. പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരിക, കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കിവിടെ വോട്ടവകാശമില്ലെങ്കിൽ നിങ്ങളിവിടുത്തെ പൗരനല്ല എന്ന് പറയുക. അത് സ്വാഭാവികമായിട്ടും ഒരു ഭരണകൂട താല്പര്യം തന്നെയാവാം അടിച്ചേൽപ്പിക്കപ്പെടാൻ പോകുന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. ഇലക്ഷൻ കമ്മീഷൻ അതിനുള്ള അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് മറ്റൊരു വിഷയമാണ്. ഇപ്പോൾ ഈ കോടതിയിൽ നടക്കുന്ന, സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചോദ്യം സുപ്രീം കോടതി തന്നെ പലതവണ ചോദിച്ചിട്ടുമുണ്ട്. പക്ഷേ ഏത് ദിശയിലാണ് ഭരണകൂടം ചിന്തിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയാനാവില്ല. ഒരുപക്ഷെ ഇത്തവണ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാതെ പോകുന്ന ആളുകൾ അതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്ന നിലയിൽ ഒരുപക്ഷെ അവരുടെ പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്ന് സംശയിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ബംഗ്ലാദേശിൽ നിന്നും പിന്നെ മറ്റു ചില രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഇന്ത്യയിലേക്ക് നിരവധി മുസ്ലിങ്ങൾ കുടിയേറുന്നു എന്ന ഒരു ആരോപണം സംഘപരിവാർ ഉന്നയിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ മറ്റൊരു കൗതുകകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ പുറത്തുപോയവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് പുറത്താക്കാനുള്ള ശ്രമങ്ങളുണ്ട് എന്നൊരു ആക്ഷേപം ഉണ്ട് താനും. പക്ഷേ പലയിടങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJP വിജയം കൈവരിച്ച പല മണ്ഡലങ്ങളിലും BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്ന് കരുതപ്പെടുന്ന പല ആളുകളും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അത് ഒരുപക്ഷെ അവർക്ക് 2 സ്ഥലങ്ങളിൽ ഒരേ സമയം ഈ താമസവുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ സമയം കിട്ടാതെ പോയതുകൊണ്ടാവാം. ഈ SIRൻ്റെ ഒരേയൊരു സത്ഫലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും മാറി വന്ന് വോട്ടർമാരായി പേര് ചേർത്ത ആളുകൾക്ക് ഇത്തവണ അത് അതേപോലെ ആവർത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്ന പോലെ തൃശ്ശൂരിൽ ഏതാണ്ട് ഒരു 40,000-നും 50,000-നും ഇടയിൽ BJP പ്രവർത്തകർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തൃശ്ശൂരിൽ ഫ്ലാറ്റുകളുടെയോ മറ്റോ ഒക്കെ മേൽവിലാസത്തിൽ ഇവിടുത്തെ വോട്ടർമാരായി ഇവിടെ താമസക്കാരാവുകയും ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു. ആ ആളുകൾ ഇലക്ഷനിൽ വോട്ട് ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്തു. നാട്ടുകാരല്ല, തൃശ്ശൂർക്കാരല്ല. പക്ഷേ ഇത്തവണ
പുതിയ ഈ കരട് വോട്ടർ പട്ടിക വരുമ്പോൾ അവരൊക്കെ പുറത്തു പോയിരിക്കുന്നു. കാരണം അവരിവിടെ താമസക്കാരല്ല, സ്ഥിര താമസക്കാരല്ല. എനിക്ക് തോന്നുന്നു അത് അത്തരം ഒരു ചില സത്ഫലങ്ങൾ ഈ SIR ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും പറയാതിരുന്നുകൂടാ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ ഫലം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 80ഓളം മണ്ഡലങ്ങളിൽ UDFനും 60ഓളം മണ്ഡലങ്ങളിൽ LDFനും മേൽക്കൈയുണ്ട്. പക്ഷേ ഈ മേൽക്കൈയെ അപ്രസക്തമാക്കാൻ പോകുന്നതാണ് SIR. ഈ മണ്ഡലങ്ങളിലെ ഒരു മേൽക്കൈ എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ 5000 വോട്ടിൻ്റെയോ 10000 വോട്ടിൻ്റെയോ ഒക്കെ ആവാം മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാവുക. അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപക്ഷേ ഇടതുപക്ഷ മുന്നണിക്ക് ഒരു മണ്ഡലത്തിൽ 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്, അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് മറ്റൊരു മണ്ഡലത്തിൽ 5000 അല്ലെങ്കിൽ 6000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് എന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ. ചിലയിടങ്ങളിൽ 1000 വോട്ടിൻ്റെ വ്യത്യാസമാവും ഉണ്ടാവുക. രണ്ട് മുന്നണികളും തമ്മിലുള്ള വോട്ട് വിഹിതത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ നേർത്തതാണ് എന്നർത്ഥം. പക്ഷേ SIR വഴി ഓരോ മണ്ഡലത്തിലും പുറത്തു പോകുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇതിൻ്റെ എത്രയോ അധികമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 24 ലക്ഷം പേരുണ്ട്. അതിൽ മരിച്ചുപോയ ചില ആളുകളുണ്ടാവാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറിപ്പോയ ആളുകളുണ്ടാവാം. ഒരുപക്ഷെ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറുകയും ആ മണ്ഡലത്തിൽ പേര് ചേർക്കുകയൊക്കെ ചെയ്ത പുതിയ ആളുകളുണ്ടാവാം. അവരെ മാറ്റി നിർത്തിയാൽ അതൊരു പക്ഷേ ഈ ഒഴിവാക്കപ്പെട്ട 24 ലക്ഷം പേരിൽ അവരൊരു പക്ഷേ അതിൻ്റെ ഒരു 10-20% പേരുണ്ടെന്ന് കണക്കാക്കാം. എങ്കിലും ഒരു 20 ലക്ഷം പേർ അർഹതയുള്ള വോട്ടവകാശം വോട്ട് ചെയ്യാൻ അവകാശമുള്ള ഒരു 20 ലക്ഷം പേരെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. അപ്പോൾ ഈ 20 ലക്ഷം പേർ യൂണിഫോമായിട്ട് 140 മണ്ഡലങ്ങളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുകയാണെങ്കിൽ ഏതാണ്ട് ഓരോ മണ്ഡലത്തിലും 15000 പേര് വീതം പുറത്തു പോയിരിക്കുന്നു. ചില മണ്ഡലങ്ങളിൽ 15000 പേരില്ല, ചില മണ്ഡലങ്ങളിൽ 15000-ത്തിലും അധികമാണ്. ഇപ്പോൾ കേരളത്തിലെ തന്നെ അപ്പോൾ എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണെന്ന് തോന്നുന്നു ഏതാണ്ട് 40000 പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂർ അസംബ്ലി മണ്ഡലത്തിൽ 31000 പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത്. 31000. അപ്പോൾ ഇത് വലിയ നമ്പറുകളാണ്. ഇതിന് പുറമെയാണ് കരട് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ അപേക്ഷകളിലെ അപാകതകളുടെ പേരിൽ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി ലിസ്റ്റിൽപ്പെട്ട ഒരു വലിയ എണ്ണം ആളുകൾ അവരുടെ വോട്ടവകാശം തെളിയിക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്ന രേഖകൾ സമർപ്പിക്കേണ്ടി വരും. അതിലെല്ലാവർക്കും ആ രേഖകൾ സമർപ്പിക്കാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. കാരണം അതിന് അനുവദിച്ചിരിക്കുന്ന സമയപരിധി വളരെ കുറവാണ്. അത് മാത്രമല്ല ആ പ്രോസസ്സും മുൻപ് സൂചിപ്പിച്ചതുപോലെ സങ്കീർണമായൊരു പ്രോസസ്സാണ്. ഒരു 15 ലക്ഷം പേരെങ്കിലും കേരളത്തിൽ അങ്ങനെ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി ലിസ്റ്റിൽ പെട്ടവരായി ഉണ്ടാവും. വളരെ അത്ഭുതകരമായൊരു കാര്യം, ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ അത് പബ്ലിക് ഡൊമെയിനിൽ ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഓരോ ബൂത്തിലും ആരാണ് ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി ലിസ്റ്റിൽ പെട്ടവർ എന്നുള്ളത് അത് ആ ബൂത്ത് ലെവൽ ഓഫീസർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഓരോ ബൂത്തിലും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കണ്ടെത്തണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജൻറ്റുമാർ, ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ ബൂത്ത് ലെവൽ ഓഫീസറെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് എഴുതി വാങ്ങുകയും ചെയ്യണം. ഈ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷന് വെസ്റ്റ് ബംഗാളിലെ കേസിലാണ് നിർദ്ദേശം നൽകുകയുണ്ടായി പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന്. അതുപോലെ വലിയ അളവിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 19.6 ലക്ഷം പേരാണെന്ന് തോന്നുന്നു ഈ എന്യൂമറേഷൻ പ്രക്രിയയിൽ പങ്കെടുത്തെങ്കിലും കരട് പട്ടികയിൽ ഇടം പിടിച്ചെങ്കിലും അവർക്ക് അവരുടെ രേഖകൾ 2002 അവരുടെ അപേക്ഷകൾ 2002 ഇലക്ടറൽ ലിസ്റ്റുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ പേരിൽ അവരെ നോൺ മാപ്പിംഗ് ലിസ്റ്റിൽ പെടുത്തുകയും അതിനെ തുടർന്ന് ഹിയറിങ്ങിന് ഹാജരാവാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇതൊരു വലിയ നമ്പറാണ്. ഈ 3 വിഭാഗം ആളുകളെയും കൂട്ടുമ്പോൾ ഏതാണ്ട് 60 ലക്ഷം പേരെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ 60 ലക്ഷം പേരെന്ന് പറയുമ്പോൾ 140 മണ്ഡലങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്താൽ ഒരു 40,000 പേർ, ശരാശരി 40,000 പേരെങ്കിലും ഓരോ മണ്ഡലത്തിലും വോട്ടവകാശമില്ലാത്തവരായി മാറുന്ന സാഹചര്യമാണുള്ളത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഓരോ അസംബ്ലി മണ്ഡലത്തിലും 2 മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം 5000 വോട്ടിൻ്റെയോ 10,000 വോട്ടിൻ്റെയോ ആണ്. ഈ വെട്ടി നീക്കപ്പെടുന്ന വോട്ടുകൾ ഒരുപക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നു ഒരു കേഡർ സ്വഭാവമുള്ള ഇടതുപക്ഷത്തിനും BJPക്കുമൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ അവരുടേതായ സംവിധാനങ്ങളുണ്ടാവാം. അതുപോലെ കേഡർ സ്വഭാവമില്ലാത്ത താരതമ്യേന അയഞ്ഞ ഒരു സ്വഭാവമുള്ള ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം
അവരുടെ മുഴുവൻ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഇടം പിടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകാൻ അവർക്ക് കഴിയാതെ പോകും. അങ്ങനെ വരുമ്പോൾ ഇത് ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ വിജയസാധ്യതയെയാണ്. ഈ കരട് വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ 3 ഒന്ന്, വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാതെ പോയ ആളുകൾ, അത് ഇതിൻ്റെ ഒപ്പം ആ ലിസ്റ്റും കൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന് ASD ലിസ്റ്റ് എന്ന് പറയും. ASD ലിസ്റ്റ് എന്ന് വെച്ചാൽ ഈ എന്യൂമറേഷൻ പ്രക്രിയയുടെ സമയത്ത് ആബ്സെൻ്റ് ആയതോ അല്ലെങ്കിൽ എന്യൂമറേഷൻ പ്രക്രിയയിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയതോ, ഈ സ്ഥലം മാറിപ്പോയതുകൊണ്ട് പറ്റാതെ പോയവരോ, ഷിഫ്റ്റഡ് ആയ ആളുകളോ അല്ലെങ്കിൽ ഇതിനകം മരിച്ചുപോയ ആളുകളൊക്കെ ആണ് ASD ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ആബ്സെൻറ്റി എന്ന് പറയുന്നവരെല്ലാവരും ആബ്സെൻറ്റി അല്ല. എന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസർ വീടുകളിൽ ചെല്ലുമ്പോൾ ആ സമയത്ത് അവരുണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫോം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള ആളുകളെ തന്നെ ചിലപ്പോൾ ഷിഫ്റ്റഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഇടുക്കി ജില്ലയിൽ ഒരു ബൂത്തിൽ തന്നെ 41 വോട്ടർമാരെയാണ് മരിച്ചതായിട്ട് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം പിഴവുകൾ ഈ ASD ലിസ്റ്റിലുണ്ട്. ഈ ASD ലിസ്റ്റിൽ പെടുന്നവരെല്ലാം ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിന്ന്, കരട് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അവരുടെ എണ്ണമാണ് നേരത്തെ സൂചിപ്പിച്ച 24 ലക്ഷം പേർ. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ സംഘടനകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ ASD ലിസ്റ്റിൽപ്പെട്ട ആളുകൾ, ഓരോ ബൂത്തിലുള്ള ആളുകൾ, അവരിൽ ആരാണ് യഥാർത്ഥത്തിൽ അർഹതയുള്ള വോട്ടർമാർ. അപ്പോൾ അർഹത ഉണ്ടായിട്ടും ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയ ആളുകളെ പുനഃപ്രവേശിപ്പിക്കണം. അതിന് ചെയ്യേണ്ടത് എന്താ? പുതുതായി അപേക്ഷകൾ നൽകണം. അതിന് നിർദ്ദിഷ്ട ഫോമുകളുണ്ട്. ഫോം 6 അല്ലെങ്കിൽ ഫോം 6A. നാട്ടിലുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ ഫോം 6 പൂരിപ്പിക്കണം. നാട്ടിലില്ലാത്തവരെ സംബന്ധിച്ചാണെങ്കിൽ ഫോം 6A. അപ്പോൾ നാട്ടിലില്ലാത്തവരുടെ കാര്യത്തിൽ വീട്ടിലെ ആരെങ്കിലും ഈ പ്രക്രിയയിൽ അവരെ സഹായിച്ചാൽ മതിയാവും. ഈ ഫോമുകൾ ഓൺലൈനിൽ പൂരിപ്പിക്കാം. അതിന് ഈ അപേക്ഷകൻ്റെ ജനന തീയതിയും അപേക്ഷകൻ്റെ താമസവും തെളിയിക്കുന്ന രേഖകളുടെ സഹായത്തോട് കൂടിയിട്ട് രേഖകൾ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത് ഓൺലൈനിൽ നൽകാവുന്നതേ ഉള്ളൂ ഈ അപേക്ഷകൾ. അല്ലെങ്കിൽ അത് അതാത് പ്രദേശങ്ങളിൽ ബൂത്ത് ലെവൽ ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് പട്ടികയിൽ നിന്ന് പുറത്തുപോയവരുടെ കാര്യത്തിൽ ചെയ്യാനുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാം എന്ന് വിചാരിക്കുന്നു. കേരളത്തിൽ ഇതുവരെ വോട്ടർ പട്ടികയിൽ പേര് നൽകാത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഓരോ മണ്ഡലത്തിലുമുണ്ട്. ആ ഒരു വലിയ വിഭാഗം ആളുകൾ, ഒരു 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഈ വോട്ടർ പട്ടികയിലേക്ക് അപേക്ഷകൾ നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുകയും അവർക്ക് പുതുതായി അപേക്ഷകൾ നൽകുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടെയാണ് എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, കരട് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ അവർക്ക് അന്തിമമായി വോട്ടവകാശം ലഭിച്ചിട്ടില്ലാത്ത 2 തരം ആളുകളുണ്ട്. ഒന്ന്, അപേക്ഷകൾ നൽകിയപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടായിരുന്ന ആളുകൾ. അതിനെയാണ് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പേര്, നമ്മൾ നൽകിയ രേഖകളിൽ കാണിക്കുന്ന പേരുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ അച്ഛൻ്റെ പ്രായവും മകൻ്റെ പ്രായവും തമ്മിൽ 15 വയസ്സിൻ്റെ വ്യത്യാസം. അപ്പോൾ അത് 15 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവരെ അത് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. ഇലക്ഷൻ കമ്മീഷനോട് സുപ്രീം കോടതി ചോദിച്ച ചോദ്യം ഇതാണ്. ഇന്ത്യയിൽ നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ ബാല്യവിവാഹമൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരുപക്ഷെ 15 വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമുള്ള അച്ഛനും മകനും ഉണ്ടായിക്കൂടെ എന്നൊരു ചോദ്യം ഇന്നലെ കോടതി ചോദിക്കുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷനോട്. ഒരുപക്ഷെ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ സംഭവിച്ച പിഴവിൻ്റെ പേരിലും ഇത്തരം അപേക്ഷകർ ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി ലിസ്റ്റിൽ പെടുന്നുണ്ടാവാം. ഇവരെല്ലാം ഈ അപാകതകൾ പരിഹരിക്കണം. ആ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇലക്ഷൻ കമ്മീഷന് നൽകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവരും പുറത്താവും. ഇതിന് നൽകിയിരുന്ന സമയം എന്ന് പറയുന്നത് ജനുവരി 22 ആയിരുന്നു. പക്ഷേ 2 ദിവസം മുമ്പ്, 22-ന് 2-3 ദിവസം മുമ്പ് സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെടുകയും ഇലക്ഷൻ കമ്മീഷനോട് ആ സമയം നീട്ടി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 8 ദിവസമാണ് നീട്ടി നൽകിയിരിക്കുന്നത്. ജനുവരി 30. യഥാർത്ഥത്തിൽ കേരളത്തിലൊക്കെ ഇപ്പോഴാണ് SIR ഉണ്ടാക്കാൻ പോകുന്ന വലിയ ഒരു അപകടകരമായൊരു സാഹചര്യത്തെക്കുറിച്ച്, SIR ഉണ്ടാക്കിയിരിക്കുന്ന അപകടകരമായൊരു സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ബിൽഡ് ചെയ്ത് വരുന്നത് പോലും ഇപ്പോഴാണ്. ഈ സമയം ഒട്ടും മതിയായതല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ജനുവരി 30-നകത്ത് ഇപ്പോൾ പുറത്തു പോയവരോ ഇപ്പോൾ അപാകതയുണ്ടെന്ന് പറയപ്പെടുന്നവരോ ആയ ആളുകൾക്ക് തിരിച്ച് വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയ, അതായത് ASD ലിസ്റ്റിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവരിൽ വലിയ പങ്ക് ആളുകളും വോട്ടവകാശമുള്ളവർ തന്നെയാണ്. അങ്ങനെയുള്ളവരെ കണ്ടെത്തി
അവർക്ക് പുതിയ അപേക്ഷകൾ നൽകാനും ശ്രദ്ധിക്കണം. അതിനുള്ള അവസാന തീയതി ജനുവരി 30 വളരെ പരിമിതമായ ദിവസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ എന്നർത്ഥം. ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി ഉണ്ടെന്ന് പറയുന്ന ആളുകളുടെ ലിസ്റ്റ് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കയ്യിൽ നിന്നും അത് കരസ്ഥമാക്കുകയും അങ്ങനെ അവരെ ആ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി അത് പരിഹരിക്കുന്നതിനുള്ള രേഖകൾ സമർപ്പിക്കുകയും വേണം. 4ാമത്തെ കേസ് നോൺ മാപ്പിംഗ് ലിസ്റ്റിൽപ്പെട്ട, അതായത് 2002 ഇലക്ടറൽ ലിസ്റ്റുമായി നമ്മുടെ അപേക്ഷയെ ബന്ധിപ്പിക്കാൻ കഴിയാതെ പോയ ആളുകൾ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന രേഖകളുമായി അവരാവശ്യപ്പെടുന്ന ദിവസം ഹിയറിങ്ങിൽ പങ്കെടുക്കുകയും വേണം. ഹിയറിങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് നേരത്തെ അറിയിച്ചാൽ ഒരുപക്ഷെ ഹിയറിംഗ് ദിവസം മാറ്റി നൽകുന്നതാണ്. പക്ഷേ ഈ ഹിയറിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ അനുവദിച്ചിരിക്കുന്ന സമയം ഫെബ്രുവരി 14. അപ്പോൾ അപേക്ഷകൾ നൽകേണ്ടിടത്ത് അപേക്ഷകൾ നൽകാൻ ജനുവരി 30 വരെ സമയമുണ്ട്. പക്ഷേ ഹിയറിങ്ങിൽ പങ്കെടുക്കാൻ ഫെബ്രുവരി 14 വരെ സമയമുണ്ട്. പക്ഷേ ഫെബ്രുവരി 14 എന്ന് വെച്ചാൽ അത് ഏത് ദിവസം ഹിയറിങ്ങിൽ പങ്കെടുക്കണമെന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുന്നതാണ്. ഇതിന് പുറമെ അതാത് സ്ഥലങ്ങളിലെ വോട്ടർ പട്ടികകൾ, ആ വോട്ടർ പട്ടിക കൃത്യമായിട്ട് പഠിക്കണം. ആ വോട്ടർ പട്ടികയിൽ പലയിടങ്ങളിലും അപാകതകളുണ്ട്. ഒരേ വീട്ടിലെ വോട്ടർമാർ തന്നെ പല ബൂത്തുകളിലായി വിന്യസിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അത്തരം കേസുകളിൽ വീണ്ടും അപേക്ഷ നൽകണം. അപേക്ഷ നൽകി ബൂത്ത് നിശ്ചയിച്ചതിൽ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപേക്ഷ നൽകി അതിൽ വേണ്ട കറക്ഷൻ നടത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാവണം. ഇതിനൊക്കെ നേതൃത്വം നൽകേണ്ടത് അതാത് പ്രദേശങ്ങളിലുള്ള രാഷ്ട്രീയ കക്ഷികൾ തന്നെയാണ്. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഈ SIR നടപ്പിലാക്കപ്പെടും. സുപ്രീം കോടതി ബിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടെങ്കിൽ പോലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇലക്ഷൻ കമ്മീഷൻ അനുകൂലമായിട്ടുള്ള വിധിയാണ് നേരത്തെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് SIR തുടരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ SIR എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനാണോ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിമൂവലാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ജനാധിപത്യത്തിൽ വോട്ടർമാർ ഭരണകൂടങ്ങളെ തിരഞ്ഞെടുക്കുകയാണല്ലോ വേണ്ടത്. പക്ഷേ ഇവിടെ ഭരണകൂടം അതിൻ്റെ വോട്ടർമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത് ഇപ്പം മുസ്ലിങ്ങളെ വേട്ടയാടാനോ അവരെ ഒഴിവാക്കാനോ ഉള്ള ഒരു ശ്രമം എന്ന രീതിയിൽ മാത്രമല്ല കാണേണ്ടത്. അത് നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ബംഗാളിലും പിന്നെ ഉത്തർപ്രദേശിലും ഒക്കെ ഇത് കാര്യമായി നടക്കുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നിരവധി മനുഷ്യർ കൂട്ടത്തോടെ നീക്കം ചെയ്യപ്പെട്ട സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ളതുകൊണ്ടും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ജാഗ്രതയുള്ളതുകൊണ്ടും അവർ ഈ പ്രക്രിയയിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. മറ്റൊരു വശം കൂടെയുണ്ട്. എത്രയോ അനാഥശാലകളിലെ അന്തേവാസികൾ അവർക്കാവശ്യമായ രേഖകൾ നൽകാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഇവരൊക്കെ ഈ വോട്ടർ പട്ടികയുടെ പുറത്താണ്. നിരവധി ആദിവാസികൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നത് പോലുള്ള രേഖകളില്ല. അപ്പോൾ പാസ്പോർട്ടോ അല്ലെങ്കിൽ പാൻ കാർഡോ ആധാർ കാർഡ് പോലും ഇല്ലാത്ത, ആധാർ കാർഡ് ഇവിടെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. സ്വീകരിക്കാം, പക്ഷേ അത് മറ്റൊരു രേഖയും അവൈലബിൾ അല്ലെങ്കിൽ മാത്രം അവസാനം സ്വീകരിക്കാവുന്ന രേഖ എന്ന രീതിയിലാണ് ആധാർ കാർഡിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ആദിവാസികളെ സംബന്ധിച്ച് പലർക്ക് SSLC ബുക്കോ അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്കോ അല്ലെങ്കിൽ പാൻ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ പോലുള്ള രേഖകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ജനനതീയതി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകളും അവർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അപ്പോൾ ജനനവും അവരുടെ താമസവുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ കൊണ്ടുവരാൻ കഴിയാത്ത ആളുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനാഥാലയങ്ങളിൽ അന്തേവാസികൾ, പിന്നെ പലപ്പോഴും പല പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടവർ, മക്കളില്ലാത്ത വൃദ്ധരായ മാതാപിതാക്കൾ, ഇങ്ങനെയുള്ള നിരവധി മനുഷ്യർ അവരുടെ പൗരത്വം, അവരുടെ വോട്ടവകാശം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതൊരു വലിയ രാഷ്ട്രീയ ദുരന്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് ആസന്നമായ സംസ്ഥാനങ്ങളാണ് ബംഗാളും തമിഴ്നാടും കേരളവും എല്ലാം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആസന്നമല്ലാത്ത പല സംസ്ഥാനങ്ങളിൽ SIR തുടങ്ങി വെച്ചിട്ടുമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ SIR കൊണ്ടുവരുന്നതിൻ്റെ പുറകിലുള്ള താല്പര്യം എന്ത് എന്നുള്ളത് അതൊരു ചോദ്യം തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിൻ്റെ പുറകിൽ രാഷ്ട്രീയം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന ഒരു ഉപകരണമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മാറുന്നുവെന്നോ ആളുകൾ ആക്ഷേപിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ പോകുന്ന ഒന്നാണ് SIR, അല്ലെങ്കിൽ യാതൊരു സംശയവുമില്ല. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും 10% വോട്ടുകൾ മാത്രം നീക്കം ചെയ്യപ്പെട്ടാൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ വിജയസാധ്യത അട്ടിമറിക്കപ്പെടും. അത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇലക്ഷൻ ആസന്നമായ, പ്രത്യേകിച്ചും പ്രതിപക്ഷം ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്ന ഒരു ചോദ്യവും ഈ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക്
ശക്തി പകരുന്നു എന്നുള്ളതാണ്. ഗൂഢാലോചന, ഈ രാഷ്ട്രീയ ഗൂഢാലോചനയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ശക്തി പകരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ SIR വരുന്നതിന് മുൻപ് തന്നെ വോട്ടർ പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട കൃത്രിമങ്ങളെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ BJP പോലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ അവിഹിതമായ ഇടപെടലുകളും വോട്ട് ചോരി പോലുള്ള വിവാദങ്ങളുമൊക്കെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതാണ്. പക്ഷേ ആ ആക്ഷേപങ്ങളോടൊന്നും സക്രിയമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ല. അപ്പം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങളോട് കൃത്യമായിട്ട് മറുപടി പറയുന്നതിനും ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. അത് നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പുതിയ വിവാദങ്ങളുണ്ടാകുന്നത്. എത്രയോ ജനാധിപത്യപരമായും കൃത്യമായ സമയം അനുവദിച്ചുകൊണ്ടും കൂടുതൽ സുതാര്യമാക്കിക്കൊണ്ടും നടപ്പിലാക്കേണ്ട ഒരു പ്രക്രിയയെ ഒട്ടും ജനാധിപത്യപരമല്ലാതെ ഏറ്റവും പരിമിതമായ സമയം മാത്രം അനുവദിച്ചുകൊണ്ടും ഏറ്റവും ദുഷ്കരമായ ഒരു പ്രക്രിയ വഴിയും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നത് തന്നെ ഈ പ്രവർത്തനത്തിൻ്റെ SIRൻ്റെ പുറകിലുള്ള ദുരൂഹതകളെ അല്ലെങ്കിൽ SIRൻ്റെ പുറകിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളെ വെളിവാക്കുന്നതാണ്. KSFE ഈ നാടിൻ്റെ ധൈര്യം.